ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു കിടിലൻ ആക്ഷൻ സിനിമയെക്കുറിച്ചാണ്. അതായത് ജോൺ വിക്ക്, നോബഡി, കാർട്ടർ, അങ്ങനെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും മറക്കാത്ത ടൈപ്പ് ആക്ഷൻ സിനിമകളുണ്ടല്ലോ, അതിൻ്റെ കൂട്ടത്തിൽ വെക്കാൻ പറ്റുന്ന ഒരു മാരക ഐറ്റമാണിത്. ഞാൻ പറഞ്ഞു വരുന്നത് ഡേവ് പട്ടേൽ കഥ എഴുതി ഡയറക്റ്റ് ചെയ്തിട്ടുള്ള മങ്കി മാനിനെ കുറിച്ചാണ്. സോ ഈ സിനിമയുടെ ഒരു റിവ്യൂ ആണ് നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് അധിക സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. സോ മങ്കി മാൻ, ഈ സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോഴേ ഞാൻ ഇതിന് വേണ്ടിയിട്ട് കട്ട വെയിറ്റിംഗ് ആയിരുന്നു. കാരണം അടിപൊളിയായിട്ടായിരുന്നു അവരെ ട്രെയിലർ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. പക്ഷേ സിനിമ ഇറങ്ങിയ ടൈമിൽ എനിക്കത് കാണാൻ പറ്റിയില്ലായിരുന്നു. എനിക്ക് മാത്രമല്ല, ഇന്ത്യയിലുള്ള ആർക്കും ഈ സിനിമ കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു. കാരണം ഈ സിനിമ ഇന്ത്യയിൽ റിലീസ് ഇല്ലായിരുന്നു. അതിൻ്റെ കാരണമൊക്കെ എന്താണെന്ന് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എനിവേ, സിനിമ ഇപ്പോൾ HBO Maxൽ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണ് ഞാനും പടം കണ്ടത്. ആൻഡ് സിനിമ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ നല്ല കിടിലൻ ക്വാളിറ്റി ഉള്ളൊരു വെടിക്കെട്ട് ആക്ഷൻ സിനിമ. ദേവ് പട്ടേൽ എന്ന ആക്ടറാണ് ഈ സിനിമയുടെ ഒട്ടുമിക്ക എല്ലാ പ്രധാന കാര്യങ്ങളും കൈകാര്യം ചെയ്തിട്ടുള്ളത്. പുള്ളിയാണ് ഇതിൻ്റെ സ്റ്റോറി എഴുതിയത്, പുള്ളിയാണ് ഇതിൻ്റെ ഡയറക്ടർ, പുള്ളിയാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ, പുള്ളിയാണ് ഇതിലെ മെയിൻ ആക്ടർ. അങ്ങനെ ഔട്ട് ആൻഡ് ഔട്ട് ഒരു ദേവ് പട്ടേൽ മൂവിയാണിത്. ആൻഡ് ഈ ഒരു സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഒരിക്കലും തോന്നില്ല ഇതൊരു ഡയറക്ടറിൻ്റെ ഫസ്റ്റ് ഫിലിമാണെന്ന്. ഒരുപാട് ആക്ഷൻ സിനിമകളൊക്കെ എടുത്ത് അത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് ഈ സിനിമ എടുത്തതെന്നേ നമുക്ക് തോന്നത്തുള്ളൂ. കാരണം അന്യായ മേക്കിംഗ് ആണ്, നമ്മളിങ്ങനെ കണ്ടിരുന്നു പോവും. സോ സിനിമയുടെ ഒരു സ്റ്റോറിയിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ കണ്ടുമടുത്ത ടിപ്പിക്കൽ റിവെഞ്ച് ത്രില്ലർ സ്റ്റോറിയാണ് ഇതിനും ഉള്ളത്. അതേ ടെംപ്ലേറ്റിലെടുത്ത അടുത്തൊരു ആക്ഷൻ സിനിമ. പക്ഷേ ഇതിൻ്റെ മേക്കിംഗ് ആൻഡ് എക്സിക്യൂഷൻ ഭയങ്കര അധികം ഡിഫറൻ്റ് ആണ്. ഇപ്പോൾ ഇതൊരു ഹോളിവുഡ് പടമാണ്, പക്ഷേ ഇത് നടക്കുന്നത് ഇന്ത്യയിലാണ്. അതുകൊണ്ട് തന്നെ മറ്റ് ആക്ഷൻ സിനിമകളിൽ നിന്നും ഇതിൻ്റെ ടെറൈൻ തന്നെ ഭയങ്കര വ്യത്യസ്തമാണ്. ഇന്ത്യയിലെ ആ ഒരു സ്ട്രീറ്റുകളും സ്ലം ഏരിയാസും ഒക്കെയാണ് സിനിമയിൽ ത്രൂ ഔട്ടും കാണിക്കുന്നത്. ഒരു ടിപ്പിക്കൽ ക്ലീഷേ റിവെഞ്ച് കഥയാണെങ്കിലും ഇതിൻ്റെ മേക്കിംഗ് വേറെ ലെവലാണ്. അതായത് നമുക്കിതിലെ ഒട്ടുമിക്ക കാര്യങ്ങളും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതായത് സിനിമയുടെ ഒരു മിഡ് പോർഷൻ എത്തുമ്പോൾ ഇങ്ങനെയായിരിക്കും സംഭവിക്കുന്നത്, ക്ലൈമാക്സ് ഇങ്ങനെയായിരിക്കും, ഇപ്പോൾ ഒരു ഫൈറ്റ് വരും, അങ്ങനെ എങ്ങോട്ടായിരിക്കും ഇത് പോകുന്നതെന്നൊരു ഓവറോൾ ഐഡിയ സിനിമ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് കിട്ടും. പക്ഷേ എന്നിട്ട് പോലും സിനിമ ഒരു തരി പോലും നമ്മളെ മടുപ്പിക്കുന്നില്ല. ലാഗ് എന്ന് പറഞ്ഞൊരു സംഭവമേ ഇതിൽ കാണാൻ പറ്റത്തില്ല. ഒരു മിഡ് പോർഷൻ കഴിഞ്ഞിട്ടുള്ള കുറച്ച് ഭാഗം ഞാൻ ലാഗ് അടിക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അത് കറക്റ്റ് ഒട്ടും ബോറടിക്കാതെ രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സോ സിനിമ തുടങ്ങുമ്പോൾ തൊട്ട് എൻഡ് ആവുന്നത് വരെ ഫുൾ എൻഗേജിങ് ആയിട്ടാണ് പോകുന്നത്. പിന്നെ പറയാനുള്ളത് ഇതിലെ ആക്ഷൻ സീക്വൻസുകളെ കുറിച്ചാണ്. ഇപ്പോൾ ഒരുപാട് ആക്ഷൻ സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ജോൺ വിക്ക് ഫ്രാഞ്ചൈസ്, എക്സ്ട്രാക്ഷൻ, കാർട്ടർ, അങ്ങനെ ഒരുപാട് സിനിമകളിലെ ആക്ഷൻ സീക്വൻസുകൾ കണ്ടതുകൊണ്ട് തന്നെ പുതിയ സിനിമകൾ ഇറങ്ങുമ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും മാറ്റങ്ങൾ ഫൈറ്റ് സീക്വൻസിൽ കൊണ്ടുവന്നില്ലെങ്കിൽ ഓഡിയൻസിന് ആ ഒരു മടുപ്പ് ഫീൽ ചെയ്യും. പക്ഷേ മങ്കി മാനിൽ ഈ പറഞ്ഞ സിനിമകളിലെ ഫൈറ്റ് സീക്വൻസുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. അതായത് നമ്മൾ ജോൺ വിക്കിലൊക്കെ സ്റ്റഡി ക്യാമറാസ് വെച്ചുള്ള ഫൈറ്റ് സീക്വൻസുകളായിരുന്നു കണ്ടത്. പക്ഷേ മങ്കി മാനിലേക്ക് വരുമ്പോൾ ഫുൾ ഷേക്കി ക്യാമറാസ് വെച്ചിട്ടാണ് ഇവർ ഫൈറ്റ് സീക്വൻസുകൾ എടുത്തിട്ടുള്ളത്. അതായത് ക്യാമറ ഒക്കെ ഇങ്ങനെ കിടന്ന് കുലുങ്ങുവാണ്. സാധാരണ ഇങ്ങനത്തെ ഷേക്കി ക്യാമറ വെച്ചുള്ള ഫൈറ്റുകൾ മറ്റ് സിനിമയിൽ കാണുമ്പോൾ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നും. പക്ഷേ ഈ സിനിമയിൽ എനിക്ക് അത്ര കല്ലുകടിയായിട്ട് തോന്നിയില്ല. കാരണം സിനിമ കാണുന്ന നമ്മളും ഈ നായകൻ്റെ കൂടെ ഓടുന്നത് ഫൈറ്റ് ചെയ്യുന്നതായിട്ടൊക്കെ തോന്നും. സോ അതുകൊണ്ട് തന്നെ എനിക്കിത് നല്ലപോലെ തന്നെ ഇഷ്ടപ്പെട്ടു. പക്ഷേ എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. ചിലർക്കൊക്കെ കുറച്ച് കഴിയുമ്പോൾ ക്ലോസ്ട്രോഫോബിക്കായി തല ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. കാരണം അത്രയധികം ഷേക്കി ആയിട്ടാണ് ഇത് എടുത്തിട്ടുള്ളത്. ആൻഡ് ഒരുപാട് ക്ലോസപ്പ് ഷോട്ടുകളുണ്ട് സിനിമയിൽ. അതൊന്നും ചിലർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. ആൻഡ് ഇത് പ്യുവർലി ഒരു 18+ സിനിമയാണ്. ഒരുപാട് അഡൾട്ട് കണ്ടൻറ്റുകൾ സിനിമയിലുണ്ട്. സോ അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് കാണാൻ ശ്രമിക്കുക. വയലൻസ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് ബാത്താണ് സിനിമയിൽ. ചോരയൊക്കെ ഇങ്ങനെ തെറിക്കുവാണ്. സോ അത്രയ്ക്കും വയലൻസ് നിറഞ്ഞൊരു ആക്ഷൻ പടമാണിത്. ആൻഡ് ഇതിൻ്റെ മ്യൂസിക് ഒരു രക്ഷയില്ലാത്തതാണ്. ഫൈറ്റ് സീൻസിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ചില ബീറ്റൊക്കെ ഇടും, അതൊക്കെ കിടിലനാണ്. അതുമാത്രമല്ല, ചില ഇന്ത്യൻ സോങ്സ് ഈ ഫൈറ്റുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് കാണിക്കുമ്പോൾ കിട്ടുന്ന ഫീൽ അത് വേറെയാണ്. സത്യം പറഞ്ഞാൽ ഡേവ് പട്ടേൽ ഇന്ത്യൻ ഡയറക്ടേഴ്സിന് കാണിച്ചു തരുവാണ് എങ്ങനെയാണ് ഒരു കിടിലൻ മാസ് ആക്ഷൻ പടം എടുക്കേണ്ടതെന്ന്. ഇന്ത്യയിലെ ഈ ഒരു ടെറൈനിൽ എത്രത്തോളം അടിപൊളിയായിട്ട് ആക്ഷൻ സിനിമകൾ എടുക്കാൻ പറ്റുമെന്ന് തെളിയിക്കുവാണ് പുള്ളി. അതും കൂടാതെ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പുള്ളി പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് ഇന്ത്യയിൽ നടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ, റിച്ച് പുവർ വേർതിരിവ്, പൊളിറ്റിക്കൽ പ്രശ്നങ്ങൾ എന്നിങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഈ സിനിമയിലൂടെ പറഞ്ഞു പോകുന്നുണ്ട്. ബട്ട് അതൊന്നും തന്നെ മെയിനായിട്ട് കാണിക്കുന്നില്ല. അതായത് സിനിമയിൽ മെയിനായിട്ടൊരു സ്പെസിഫിക് കഥയുണ്ട്, അതിനാണ് സിനിമ ഫോക്കസ് ചെയ്യുന്നത്. ബാക്കിയുള്ളതെല്ലാം അതിൻ്റെ സൈഡിലൂടെ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതൊന്നും തന്നെ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിലും ഒരു ആക്ഷൻ സിനിമ എന്ന ലെവലിൽ സിനിമ എൻജോയ് ചെയ്യാൻ പറ്റും. സോ എൻ്റെ അഭിപ്രായത്തിൽ ഒരു കിടിലൻ ആക്ഷൻ ത്രില്ലർ സിനിമയാണ് മങ്കി മാൻ. സിനിമ തുടങ്ങുന്നത് തൊട്ട് എൻഡ് ചെയ്യുന്നത് വരെ ആ ഒരു ടെൻഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. ഓവറോൾ ഒരു ആക്ഷൻ സിനിമയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും സിനിമയിലുണ്ട്.
ചില സീൻസൊക്കെ കാണുമ്പോൾ നമുക്കിങ്ങനെ രോമാഞ്ചം വരും. സോ ആക്ഷൻ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും കണ്ടു നോക്കുക. ഇത്രയൊക്കെയാണ് മങ്കി മാൻ എന്ന സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കാര്യങ്ങൾ. നിങ്ങൾ ഈ സിനിമ കണ്ട ആളാണെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കണ്ടൻസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. താങ്ക്